ഗൈസ്, റീച്ച് ഇല്ലാത്തവരുടെ ശ്രദ്ധയ്ക്ക് പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. വഴിയിലെ പോകുന്നവന്മാരെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, സഹായിച്ചവരെ കുറ്റം പറയുക, അവർക്കെതിരെ കേസ് കൊടുക്കുക. സുധി എന്നൊരു ഹാഷ്ടാഗ് ഇട്ട് നിങ്ങൾ എൻ്റെ 2 കുറ്റമോ കുറവോ പറയുക. നിങ്ങൾക്ക് 100% റീച്ച് കയറുന്നതായിരിക്കും. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാസം എനിക്ക് വന്ന വരുമാനം ലഭിക്കും. റീച്ച് ഇല്ലാത്തവർ രേണുസുധി ഒരു പേരിട്ടാൽ മതി. ചുമ്മാ കിടന്ന് വായി തോന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റീച്ചാണ്. ഇത്രയും നാളും അതാണ് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ പൊന്ന കളവി, നിങ്ങളെ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ വായ എടുത്താൽ പറയുന്നുണ്ടല്ലോ രേണുസുധി റീച്ചാണെന്നുള്ളത്. പോസിറ്റീവ് റീച്ച് അല്ല, ഫുൾ നെഗറ്റീവ് റീച്ചാ. അതാദ്യം അമ്മച്ചി ഒന്ന് മനസ്സിലാക്കണം. ഈ റീച്ച് വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അമ്മച്ചീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വകയിൽ വരുന്നതല്ല. അമ്മച്ചിയെ വെറുക്കുന്ന, അമ്മച്ചിയെ ഇഷ്ടമല്ലാത്ത, അമ്മച്ചിയെ 2 കുറ്റം പറയാൻ വരുന്ന ആൾക്കാരുടെ റീച്ചാണ്. അമ്മച്ചി ഇത് എപ്പം മനസ്സിലാക്കാനാ അമ്മച്ചി? അല്ല, ഉളുപ്പ് എന്ന് പറയുന്ന സാധനം, വിവരം ബോധം എന്ന് പറയുന്ന സാധനം, ഇതൊന്നും അടുത്തൂടെ പോവാത്ത നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങളുടെ വിചാരം ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ സ്വയം ആലോചിച്ച് നിങ്ങളുടെ മനസ്സിൽ കൂട്ടി വച്ചേക്കുന്നേ. വീട്ടുകാരെയും വെറുപ്പിച്ച്, നാട്ടുകാരെയും വെറുപ്പിച്ച്, സഹായിച്ചവരെയും വെറുപ്പിച്ച് നടക്കുന്ന നിങ്ങളെ 2 ചീത്ത വിളിക്കാൻ വരുന്ന ആൾക്കാരുടെ റീച്ചാണ് ഈ വരുന്നത്. പിന്നെ അതിലും വരുന്നത് ചില അന്ധം ഫാൻസ് ഉണ്ട്. ഒരു വിവരവും, നിങ്ങളെപ്പോലെ തന്നെ വിവരവും ബോധവും ഇല്ലാത്ത ചില എണ്ണങ്ങൾ, അതേ ഉള്ളൂ. ബാക്കിയെല്ലാം നെഗറ്റിവിറ്റി പരത്താൻ വേണ്ടി വരുന്ന ആൾക്കാരാ, അല്ലാണ്ട് പോസിറ്റീവായിട്ട് വരുന്ന ആൾക്കാരല്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ എന്തുമാത്രം നെഗറ്റിവിറ്റിയാണ് കൊടുക്കുന്നതെന്നുള്ളത്. കഷ്ടം തള്ളാൻ നിങ്ങളുടെയൊക്കെ കാര്യം. കുറേ എണ്ണങ്ങളുടെ നടുവിൽ കയറി നിന്ന് തേരാപ്പര നടക്കുക, അവന്മാരെ വെച്ചിട്ട് ഇൻറ്റിമേറ്റായിട്ടുള്ള സീൻ ചെയ്ത് വീഡിയോ വിടുക. ഇപ്പം കൂടെ നിന്നുകൊണ്ടിരുന്ന ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, സജീന. എന്താ പറ്റി? നിങ്ങളുടെ സ്വഭാവം കാരണം അവർ ഫേസ്ബുക്കിൽ കൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, കണ്ടായിരുന്നോ? നിങ്ങൾ എന്ത് പറഞ്ഞാലും രണ്ടാമത്തേതിൽ എൻ്റെ സജീന ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് എന്നുള്ള ഡയലോഗ് പറയാമായിരുന്നല്ലോ. ഇപ്പം അവരെ വരെ നിങ്ങൾക്കത് തിരിഞ്ഞില്ലേ? സഹായിച്ചവരെയും കൂടെ നിൽക്കുന്നവരെ എങ്ങനെ വെറുപ്പിക്കണം എന്നുള്ളത് അമ്മച്ചിക്ക് നന്നായിട്ട് അറിയാം. അമ്മച്ചി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മര്യാദ വേണ്ടേ? ആൽബം ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് എന്ത് വൃത്തികേടും കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നിങ്ങളുടെ ഈ മനക്കെട്ടി ഉണ്ടല്ലോ, പൊച്ചം തോന്നുന്നു തള്ളേ നിങ്ങളോട്. ഇനി വേറൊരു ഡയലോഗ് ഉണ്ട്, അതും കൂടെ കേൾപ്പിച്ചിട്ട് നമുക്ക് നിർത്താം. ഏട്ടല്ലോ, എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനം. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് തള്ള. നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ ഇടുന്നതും. മനസ്സിലായോ? നിങ്ങളെ കാണിക്കുന്ന പേക്കൂത്തിന് പിന്നെ ഇങ്ങനെ അല്ലാണ്ട് പിന്നെ എങ്ങനെ പറയണം? അതൊന്ന് വിശദീകരിച്ചിട്ട് തരുമോ? ഓരോ വൃത്തികേടുകളും കാണിച്ചിട്ട് അത് ആൾക്കാർ പറയുന്നതാണ് തള്ളയ്ക്ക് പ്രശ്നം. ആദ്യം നിങ്ങളൊന്ന് നന്നാവ്. വെറുതെ അല്ല, നിങ്ങളുടെ ഈ കയ്യിലിരിപ്പ് കൊണ്ടാണ് ആൾക്കാർ പറയുന്നത് ഭർത്താവ് മരിച്ചത് അനുഗ്രഹമായിട്ട് കൊണ്ട് നടക്കുന്ന സ്ത്രീയാണ് നിങ്ങളെന്നുള്ളത്. അമ്മാതിരി കയ്യിലിരിപ്പാണല്ലോ കാണിക്കുന്നത്. ഏതോ ഒരുത്തൻ്റെ കൈയും പിടിച്ച് നടന്നിട്ടാണ് ഈ ഡയലോഗ്. എല്ലാം സുധിച്ചേറിന് വേണ്ടിയിട്ടാണെന്ന് ഓർക്കുമ്പോഴാണ് ഞാൻ വല്ലതൊക്കെ വിളിച്ച് പറയും. പോരട്ടക്കളായി. ശരിയെന്നാ, നന്നാവോ നിങ്ങൾ ഇനിയെങ്കിലും? യാ വേടാ.